ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതെ ഇപ്പം നമ്മൾ ഈ ചെയ്യണതില്ലേ ഇത് നമുക്ക് 2 ദിവസം മുന്നേ, അതായത് മിനിഞ്ഞാന്ന് കൊടുക്കേണ്ടിയിരുന്ന ഒരു കേക്ക് ആയിരുന്നു കേട്ടോ. വ്യാഴാഴ്ച വൈകിട്ടത്തേക്കായിരുന്നു പറഞ്ഞിരുന്നത്. ബുധനാഴ്ച തന്നെ കസ്റ്റമർ നമ്മളോട് വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തത് അന്ന് ബുധനാഴ്ച നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നമ്മൾ വ്യാഴാഴ്ച കാലത്ത് തന്നെ നമ്മൾ സ്പഞ്ചും സംഭവമൊക്കെ റെഡിയാക്കിയിട്ട് കാലത്ത് തന്നെ നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ച് ക്രം കോട്ട് ചെയ്ത് കയറ്റി വെച്ച് നമ്മൾ വൈകിട്ടാണ് കേട്ടോ ഫിനിഷ് കോട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ പറഞ്ഞിരുന്നത്. കസ്റ്റമർ പറഞ്ഞിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവർ 2 പിള്ളേരും ബർത്ത്ഡേ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ്. അപ്പോൾ 2 പേരെ നെയിം കേക്കിൽ എഴുതി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നെയിം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് സിനാനും മുഹസിന കെ. ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ് സിനാൻ KH, മുഹസിന CH, മുഹസിന KH ഇതായിരുന്നു കേട്ടോ അവരെ നെയിം പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏത് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ കുറേ ഇങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ നോക്കി അവസാനം നമ്മളിങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതേപോലെ പിങ്കും ബ്ലൂവും കളറ് കോമ്പിനേഷനിൽ ഇതേപോലെ റോസറ്റ് വെച്ചിട്ടുള്ള ഒരു അടിയിലോട്ട് വരുന്ന ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടോ. ആദ്യം തന്നെ നമ്മൾ ഫുൾ വൈറ്റ് ക്രീമിൽ ഫിനിഷ് കോട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ ഡിസൈൻ ഒരു ഓവറായി ചളമായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു ഇത്തിരി ഓവറായ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ നമ്മളത് അങ്ങോട്ടേക്ക് തന്നെ ഇനിയിപ്പോൾ വേറെ നിവർത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് സെറ്റാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ക്രീം വേണം. കണ്ട നമ്മൾ നോർമൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര ക്രീം വേണ്ട. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ നല്ല പോലെ ക്രീം വേണം. പിന്നെ നമ്മൾ ഇതിനൊന്നും എക്സ്ട്രാ ചാർജ് റേറ്റ് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ക്രീം നഷ്ടമാണ്, നമുക്ക് റേറ്റും സത്യം പറഞ്ഞാൽ ഇത്ര ക്രീമിൻ്റെ ലാഭം നമുക്ക് കിട്ടണില്ലല്ലോ. ഇത്ര ക്രീം നമ്മളെ കയ്യിൽ നിന്ന് പോവാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ നെയിം എഴുതിയപ്പോൾ ഉണ്ടല്ലോ, നെയിം ആദ്യം ഞാൻ എഴുതി കൊണ്ടില്ല, ചോക്ലേറ്റ് ഗനാശ കൊണ്ട് എഴുതി, അത് സെറ്റായില്ല. അപ്പോൾ ഞാനത് മായ്ച്ച് കളഞ്ഞു. പിന്നെ റെഡ് കളറാക്കി എഴുതി, അതും കൊണ്ടില്ല. പിന്നെ മൂന്നാമത്തത് നെയിം എഴുതിയപ്പോൾ ആകെ കൊളായി. നമ്മളവിടെ റെഡ് കളറൊക്കെ പിടിച്ച് കണ്ട. ഇതാണ് അവസാനമായിട്ട് ഞാൻ നെയിം എഴുതിയത്. അപ്പോൾ എനിക്കെന്തോ വലിയ പിടുത്തമായില്ല, ഒരു കാണാനൊരു മെനയില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിനോട് പറഞ്ഞു, ഞാൻ ഈ ഡിസൈൻ മൊത്തത്തിലാണ് മായ്ച്ച് കളയാൻ പോവാണ്. നമുക്ക് ഒരു ആളോട് അഭിപ്രായം ചോദിക്കൽ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ആളും ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ മാറ്റാം. ആദ്യം ആൾക്ക് ഡിസൈൻ കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ നെയിമൊക്കെ എഴുതി കൊളായപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഡിസൈൻ മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്രീമിനൊക്കെ നമ്മൾ ആ കേക്ക് മുന്നൊക്കെ വലിച്ച് ആ ക്രീമിന് എന്നെ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് എങ്ങനെ ആഡ് ചെയ്ത് മുകൾ വശം എങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് ആ ഒരു കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗനാശ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഡ്രിപ്പായിട്ട് സൈഡിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിൽ വന്നിരുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്താലോ. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് അല്ലേ, അപ്പോൾ പിന്നെ ബ്ലാക്ക് കളർ ഗനാശ്, ചോക്ലേറ്റ് ഗനാശ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി പോയതാണ്. പക്ഷേ അവസാനം ആ ഒരു ഡിസൈനും തന്നെ എത്തി. അപ്പോൾ അതേ ചോക്ലേറ്റ് ഗനാശ് ഇത്തിരി കട്ടായതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്ത് കുക്കർ ഇരിക്കുന്നുണ്ടായിരുന്നു അടുപ്പത്ത്. അതിൽ അരിയായിരുന്നു, ചോറായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതുമ്മ വെച്ചിട്ട് ചൂടാക്കിയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ ചെയ്തപ്പോൾ എന്നെ മൂത്ത ജ്യേഷ്ഠത്തി കുറച്ച് അപ്പുറത്താണ് കേട്ടോ വീട് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ വന്നപ്പോൾ പറഞ്ഞു ഈ ഡിസൈനാണ് രസം. ഞാൻ ഫസ്റ്റത്തെ ഡിസൈനും കാണിച്ചു കൊടുത്തു. നമ്മൾ ഫോണിൽ വീഡിയോ എടുത്തിരുന്നല്ലോ, അത് കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു ഫസ്റ്റത്തിനെക്കാട്ടിയും ഭംഗി ഇതാണെന്ന് പറഞ്ഞു. ചെയ്തു വന്നപ്പോൾ ഫസ്റ്റത്തിനാട്ടി എനിക്കാണെങ്കിലും അവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈൻ തന്നെയാണ്. നമ്മൾ ആ ബ്ലൂവും പിങ്കും കളർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു കളർ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ വേറെ കളർ ആഡ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനത്തെ ഒരു കളർ തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ ബേസിൽ നിന്നൊക്കെ ഇതൊക്കെ മാറ്റി പിന്നെ നമ്മൾ നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഡിസൈൻ മാറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവസാനം ഇനി എഴുതി കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ടാണ് സെറ്റാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ദേ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.